പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G2770 എന്ന പ്രിന്റർ അൺബോക്സിംഗ് ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിന്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിർബന്ധമായി അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനീയർ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്തു തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറണ്ടി കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ബോക്സിൽ തന്നെ പ്രിന്ററിൻ്റെ ഏകദേശം ചെറിയ സ്പെസിഫിക്കേഷൻ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പ്രിന്ററിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ക് ബോട്ടിലിൻ്റെയും അതേപോലെ ഹെഡ്, പവർ കേബിൾ എല്ലാം വെച്ചുള്ള ചെറിയൊരു ബോക്സ് മൊഡ്യൂളാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഇതൊന്ന് മാറ്റി വെക്കുന്നു. ഇവിടെ കുറേ യൂസർ മാനുവലും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഇത് കണ്ടില്ലേ, ഫസ്റ്റ് സെറ്റപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ആ URL കയറിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു വീഡിയോ പോലെ ഒരു ഇൻസ്ട്രക്ഷൻസ് തരും. അതേപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്നാലും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ആ യൂസർ മാനുവൽ എല്ലാ കിറ്റും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കാണുന്ന 2-3 പീസ് ഈ ഒരു ബോക്സിൻ്റെ ഈ ചട്ടപ്പെട്ടികൾ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ബോക്സിൽ നിന്നും പ്രിൻ്റർ പുറത്തോട്ട് വെക്കണം. ഓക്കെ, യെസ്, പ്രിൻ്റർ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ നമ്മൾ കണ്ട ചെറിയ ബോക്സ് ഇങ്ക് ബോട്ടിലെല്ലാം വരുന്ന ബോക്സിൽ എന്തൊക്കെയാണുള്ളത്, ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇതിൻ്റെ അകത്ത് 4 ഇങ്ക് ബോട്ടിലുണ്ട്. പ്രിൻ്ററിൻ്റെ കൂടെ 4 ഇങ്ക് ബോട്ടിൽ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനീഷ്യൽ ബോട്ടിലാണ്, ചെറിയ ബോട്ടിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും USB കേബിൾ, അതേപോലെ പവർ കോഡ് വരുന്നുണ്ട്, അതേപോലെ 2 ഹെഡും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പവർ കേബിൾ. ഓക്കെ, പ്രിൻ്ററിലേക്ക് പവർ എത്തിക്കുന്നത്. പിന്നെ കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് USB കേബിൾ വരുന്നത്. ഈ 2 ഹെഡാണ്. ഇതെടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒറ്റടിക്ക് വലിച്ചെടുക്കാൻ കഴിയില്ല, അവിടെ ലോക്ക്ഡ് ആണത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും ഓപ്പൺ ചെയ്യുക, കണ്ടില്ലേ. 2 സൈഡും ഇതേപോലെ ഈ ഭാഗത്തും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് 2 ഹെഡാണുള്ളത്. കളറിൻ്റെ ഒരു ഹെഡും ബ്ലാക്കിൻ്റെ ഒരു ഹെഡുമാണ് വരുന്നത്. അപ്പോൾ ഈ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ചെറിയ മൊഡ്യൂളിൻ്റെ ഈ ഒരു പാക്കിൻ്റെ അകത്ത് വരുന്നത്. ഇനി നേരെ നമുക്ക് തിരിച്ച് പ്രിൻ്ററിലേക്ക് വരാം. അവിടെ നമ്മൾ ആദ്യം കവർ റിമൂവ് ചെയ്യുക. അതിന് ശേഷം ഈ കാണുന്ന ഓറഞ്ച് സ്റ്റിക്കേഴ്സ് എല്ലാം മസ്റ്റായിട്ട് റിമൂവ് ചെയ്തിരിക്കണം. അല്ലാതെ ഒരിക്കലും പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനത്തെ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങൾ അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്താൽ മതി. അവർ വന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്കാനർ മൊഡ്യൂളിൻ്റെ അകത്തുനിന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മളെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രിൻ്റർ പവർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിൻ്റർ പവർ ഓൺ ചെയ്യുന്നത് പ്രിൻ്ററിൻ്റെ പിറകു വശത്തിൽ ലെഫ്റ്റ് സൈഡിലാണ് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള ഇത് കണക്ടർ വരുന്നത്. അവിടെ ജസ്റ്റ് പവർ കേബിൾ കണക്ട് ചെയ്യുക. അതിനുശേഷം പ്രിൻ്റർ ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇവിടെ സ്ക്രീനിൽ ചെറിയൊരു സ്ക്രീന് വരുന്നുണ്ട്. ആ സ്ക്രീനിൽ ചെറിയൊരു മെസ്സേജ് വരുന്നുണ്ട്. ആ മെസ്സേജ് വരുന്നത് വരെ ഈ ലോഡിങ് ഉണ്ടാവും. ആ ലോഡിങ് കഴിയോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത സ്ക്രീനിൽ കണ്ടില്ല, ഇതേപോലെ ഒരു ഇങ്ക് ഡ്രോപ്പിൻ്റെ സിമ്പിൾ വന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഈ സമയത്താണ് നമ്മൾ ഹെഡ് ഇൻസെർട്ട് ചെയ്യേണ്ടതും അതേപോലെ ഇങ്ക് റീഫില്ല് ചെയ്യേണ്ടതും. അപ്പോൾ അതിനാദ്യം നമ്മൾ ഹെഡ് ഇൻസെർട്ട് ചെയ്യാം. സ്കാനർ മോഡിൽ ഇതേപോലെ 45 ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ കാരേജ് യൂണിറ്റ് ഇവിടെ സെൻറ്ററിൽ വന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ആദ്യം കാരേജ് യൂണിറ്റിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ അവിടെ CB എന്ന് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ ഹെഡിലും അതേപോലെ CB എന്ന് കൊടുത്തതായിട്ട് കാണിക്കും. അപ്പോൾ ആദ്യം നമ്മൾ B പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഹെഡ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഓറഞ്ച് സ്റ്റിക്കർ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം. പല ആളുകളും ഇത് റിമൂവ് ചെയ്യാതെയാണ് പ്രിൻ്ററിൽ കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്ലാങ്ക് പേജ് അല്ലെങ്കിൽ ഹെഡ് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള എറർ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓറഞ്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആ B എന്നുള്ള സ്ലോട്ടിലോട്ട് കറക്റ്റ് ഈ ബ്ലാക്ക് ഹെഡ് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് C ആണ്. C ഉദ്ദേശിക്കുന്നത് കളർ ഹെഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഓറഞ്ച് സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ C എന്ന് പറഞ്ഞ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ഹെഡ് ഇൻസേർട്ട് ചെയ്യുക.
ഓക്കെ. എന്നിട്ട് കാരേജ് ടോപ്പ് ലോക്ക് ചെയ്യണം. ഓക്കെ. ഈ സ്റ്റെപ്പ് നിർബന്ധമായും ചെയ്തിരിക്കണം. അതേപോലെ അതിൽ യാതൊരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം സ്കാനർ മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് സ്ക്രീനിലേക്ക് നോക്കുക എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളത്. എററൊന്നും കാണാനില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് ഇങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കാനർ മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ലെഫ്റ്റിൽ ബ്ലാക്കിൻ്റെ ടാങ്കും റൈറ്റ് സൈഡിൽ 3 കളറിൻ്റെ ടാങ്കുമാണ് വരുന്നത്. അപ്പോൾ പ്രിൻ്ററിൻ്റെ കൂടെ നിങ്ങൾക്കറിയാം 4 ബോട്ടിൽ ഫ്രീ ആയിട്ട് ഇങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബ്ലാക്ക് ഇങ്ക് ഒഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യണം. അതിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കിൻ്റെയും കളറിൻ്റെ 3 ബോട്ടിലാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ബ്ലാക്കിൻ്റെ ബോട്ടിൽ എടുത്തു. 71 സീരീസ് ഇങ്കാണ് ഈ മോഡൽ പ്രിൻ്ററിന് ഉപയോഗിക്കേണ്ടത്. വേറെ സീരീസ് ഇങ്കോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കോ ഉപയോഗിക്കരുത്. ഓൺലൈനിൽ നിന്ന് ഇങ്ക് വാങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകൾക്കും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കാണ് കിട്ടുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ വാറൻറ്റി കട്ടാവുന്ന മാത്രമല്ല ഹെഡ് ഡാമേജ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ബോട്ടിൽ ജസ്റ്റ് ആ ടാങ്കിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. നിങ്ങൾക്കിവിടെ ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ സാധിക്കും. താഴെ ഒരു ഡോട്ട് കണ്ടോ? ആ ഡോട്ട് എത്തുന്ന സമയത്താണ് നിങ്ങൾ നെക്സ്റ്റ് ടൈം ഇങ്ക് റീഫില്ല് ചെയ്യേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ താഴോട്ട് വരാൻ പാടില്ല. അതിനാണ് ഇവിടെ കമ്പനിയുടെ ട്രാൻസ്പെറൻ്റായി കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇങ്ക് ലെവൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലാക്കിൻ്റെ ബോട്ടിൽ കുറച്ച് കൂടുതലുണ്ടാവും. 130-140 ml വരും. പക്ഷേ കളറിൻ്റെത് അങ്ങനെയല്ല, 70 ml വരുള്ളൂ. പ്രിൻ്ററിൻ്റെ കൂടെ കിട്ടുന്നത് അതിൻ്റെയും പകുതി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇനി നെക്സ്റ്റ് കളർ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സിയാനാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. സിയാൻ്റെ ബോട്ടിലെടുത്തു. ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ നേരത്തെ ബ്ലാക്ക് ഫില്ല് ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റേതായ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ഇതേപോലെ ബോട്ടിൽ ഇൻസെർട്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. നിങ്ങൾക്കിവിടെ വീഡിയോയിൽ കാണാൻ സാധിക്കും ഇങ്ക് ഫില്ലായിക്കൊണ്ടിരിക്കുന്നത്. പുറത്തോട്ട് നോക്കുന്ന സമയത്ത് സിയാനാണെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡിങ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാലും നിങ്ങൾക്കത് ഇങ്ക് ലെവൽ കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിൻ്റർ ഒരിക്കലും നമ്മോട് ഇങ്ക് കഴിയാനായിട്ടുണ്ട് എന്നുള്ളത് പറയില്ല. കാരണം ഈ ഒരു മോഡൽ പ്രിൻ്ററിന് സെൻസർ കാര്യങ്ങളൊന്നും ടാങ്കിന് വരുന്നില്ല. അപ്പം സിയാന് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ മജന്തയാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മജന്തൻ്റെ ബോട്ടിലും ടോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റെ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ബോട്ടിൽ വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ബോട്ടിലാണ്. യെല്ലോ ആണ് വരുന്നത്. അപ്പോൾ യെല്ലോൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. നേരെ ബോട്ടിൽ ടോപ്പ് റിമൂവ് ചെയ്യുക. അതിനുശേഷം നേരെ ടാങ്കിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ടാങ്കിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ വെച്ചാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ 4 ടാങ്കിൻ്റെ ഇങ്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ക് ഫില്ലിങ്ങും അതേപോലെ ഹെഡ് ഇൻസെർട്ട് എല്ലാം ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം ഇതേപോലെ സ്കാനർ മൊഡ്യൂളും ഇതേപോലെ ക്ലോസ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ആ വെയിറ്റ് ചെയ്ത ഇനീഷ്യൽ ലോഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ട പോലെ ഇങ്കിൻ്റെ ഡ്രോപ്പിൻ്റെ ഇത് കാണുന്നതാണ്. അപ്പോൾ അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അറിയില്ല. ഓക്കെ. ഇതേപോലെ എത്തുന്ന സമയത്ത് ഇനി ഇവിടെ നിങ്ങൾക്ക് ഓക്കെ എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. ആ ഓക്കെ എന്നുള്ള ബട്ടൺ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. പ്രസ് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേപോലെ ലോഡിങ് നടക്കുന്നതാണ്. അപ്പോൾ കൈ എടുക്കുക. ഈ ഒരു ലോഡിങ് കുറച്ച് നേരം ഉണ്ടാവും. ആവറേജ് ഒരു 9 മിനിറ്റ് 10 മിനിറ്റോളം ഈ ലോഡിങ് ഉണ്ടാവുന്നതാണ്. ഈ ലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ 0 ആണ് ഇങ്ങനെ ലോഡിംഗ് ഒന്നും ഇല്ലാതെ പവർ ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ആ സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഡിസ്പ്ലേ ഇത് കണ്ടില്ലേ, ഇതേപോലെ പവർ ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കുന്നു, 0 എന്നുള്ളത് കാണിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ റെഡി ടു പ്രിൻറ്റ്, അതായത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് ആണ്. ഇനി നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.